ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് വിത്ത് സോഷ്യൽ സയൻസിലെ 12th ചാപ്റ്റർ ആയിട്ടുള്ള ജപ്പാൻ ഹിസ്റ്ററി ആൻഡ് ദി പ്രസൻ്റ് ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓൺ August 6, 1945 സഡാക്കോ സസഗി വാസ് 2 years old. സസഗി ലീവ്ഡ് 2 kilometers away from ഹിരോഷിമ. അവൾ ഹിരോഷിമയിൽ നിന്ന് 2 kilometer മാറിയിട്ടാണ് താമസിക്കുന്നത്. ഷി വാച്ച്ഡ് വിത്ത് ക്യൂരിയോസിറ്റി ആസ് എയർപ്ലെയിൻസ് ഫ്ലൂ അക്രോസ് ദ സ്കൈ. അവൾ നല്ല ക്യൂരിയോസിറ്റിയോട് കൂടി എയറോപ്ലെയിൻ പറക്കുന്നത് നോക്കി. ബട്ട് ദാറ്റ് ക്യൂരിയോസിറ്റി ഡിസപ്പിയർഡ് വിത്തിൻ മൊമെൻറ്റ്സ്. നിമിഷങ്ങൾക്കൊക്കെ ആ ക്യൂരിയോസിറ്റി നഷ്ടപ്പെട്ടു. ദ ഫ്ലെയിംസ് ഓഫ് ദ ബോംബ് ഡ്രോപ്പ്ഡ് ഫ്രം ദ പ്ലെയിൻ ടുക്ക് ദ ലീവ്സ് ഓഫ് മില്യൺസ് ഓഫ് പീപ്പിൾ. ആ ഒരു ബോംബ് വന്നപ്പോൾ കുറേ ആളുകളുടെ ജീവൻ തന്നെ എടുത്തു. ദ ഫ്ലെയിം സ്പാർക്ക്ഡ് സസാഗി ഹൂ വാസ് എ ലിറ്റിൽ ഫർദർ എവേ. അപ്പോൾ ടൈം പാസ്ഡ്. ദ ആറ്റോമിക് റേഡിയേഷൻ ഫ്രം ദി ആറ്റം ബോംബ് കണ്ടിന്യൂഡ് ടു കിൽ ദോസ് അറൗണ്ട് ഇറ്റ്. അപ്പോൾ ബോംബ് വന്നപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കൊല്ലാൻ തുടങ്ങി. ടൈം ഡിഡ് നോട്ട് ഷോ മേഴ്സി ഈവൻ ടു സഡാക്കോ സസാഗി. ദ റേഡിയേഷൻ അറ്റാക്ക്ഡ് സസാഗി ഇൻ ദ ഫോം ഓഫ് ലൂക്കോമിയ. ഈവൺ ഓൺ ഹെർ ഹോസ്പിറ്റൽ ബെഡ് സസാക്കി ഡിഡ് നോട്ട് ലോസ് ഹോപ്പ്. അങ്ങനെ അവൾ ഹോസ്പിറ്റലിലായി. അവൾക്ക് പ്രതീക്ഷ കൈവിട്ടിട്ടുണ്ടായിരുന്നില്ല. ഹെർ ഫ്രണ്ട് ചിസുക്കോ ഹമാമോട്ടോ യൂസ് ടു വിസിറ്റ് ഹെർ ഇൻ ദ ഹോസ്പിറ്റൽ. അവളുടെ ഫ്രണ്ട്സ് അവളെ കാണാൻ വേണ്ടി വന്നു. വൺ ഡേ ഹമാമോട്ടോ ടോക്ക് സസാഗി ടു മേക്ക് പേപ്പർ ക്രെയിൻസ് ഉണ്ടാക്കാൻ പറഞ്ഞു. ദ ജാപ്പനീസ് ഹാഡ് എ ബിലീഫ് ദാറ്റ് ഇഫ് ദേ മെയ്ഡ് 1000 ക്രെയിൻസ് ദെയർ വിഷ് വുഡ് കം ട്രൂ. അതായത് 1000 ക്രെയിൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ആഗ്രഹം സഫലമാവും. ദിസ് എക്സൈറ്റഡ് സസാക്കി. ഷീ ബിലീവ്ഡ് ഷീ വുഡ് മേക്ക് എ തോട്ട് ക്രെയിൻസ് ആൻഡ് റിക്കവർ ഫ്രം ഹെർ ഇൽനെസ്. ഗെറ്റിംഗ് പേപ്പർ വാസ് നോട്ട് ഈസി. ദെൻ ദേ വെൻറ്റ് അറൗണ്ട് നൈബറിംഗ് റൂംസ് ഫോർ ദ പേപ്പർ യൂസ്ഡ് ടു wrap medicine. Friends from school brought paper to her, but fate had other plans. അപ്പോൾ അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് ഫ്രണ്ട്സ് പേപ്പർ എല്ലാം കൊണ്ടുവന്നു. Her illness did not allow Sasaki to fulfill her hope of making 1000 cranes. അവൾക്ക് വയ്യാത്ത കാരണം അവൾക്കത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയില്ല. On October 25, 1955, Sasaki left this world having completed only 644 cranes. 644 cranes ഉണ്ടാക്കിയിട്ട് അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. Her dear friend Chisuga Hamamoto with tear-filled eyes completed the 1000 cranes for her. അപ്പോൾ അവളുടെ ഫ്രണ്ട് അവൾക്ക് വേണ്ടിയിട്ട് 1000 cranes ഉണ്ടാക്കി. സസാഗി വാസ് ബ്യൂറിഡ് വിത്ത് ദോസ് പിലോഡ് ക്രെയിൻസ്. അപ്പോൾ ഈ ഒരു റൈറ്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ടുഡേ ദ പേപ്പർ ക്രെയിൻസ് ദാറ്റ് സ്റ്റാൻഡ് ആസ് സിംബൽ ഓഫ് ഹോപ്പ് കേരി സഡാക്കോ സസാഗീസ് പെയിൻ ഹെർ ഹോപ്പ് അലോങ് വിത്ത് ദ സ്മൈൽ ഓഫ് പീസ്. ദ ഡ്രോപ്പിംഗ് ഓഫ് ആറ്റം ബോംബ് ബൈ ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക ഓൺ ഹിരോഷിമ ഓൺ August 6, 1945 and Nagasaki on August 9 was an event that shocked the വേൾഡ്. അപ്പോൾ ഈ ഒരു ഹിരോഷിമ ബോംബിടൽ നല്ല ലോകത്തിന് ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. ദ കോൺസിക്വൻസസ് ഓഫ് ദിസ് ആർ സ്റ്റിൽ ബീയിങ് സഫേർഡ് ബൈ ദ ജാപ്പനീസ്. ജപ്പാൻ വാസ് കംപ്ലീറ്റ്ലി ഡിവാസ്റ്റേറ്റഡ് ബൈ ദ ബോംബിംഗ്, റാപ്പിഡ്ലി റിക്കവർ ആൻഡ് സ്റ്റാൻഡ്സ് ടോൾ ടുഡേ ആസ് വൺ ഓഫ് ദ ഡെവലപ്ഡ് കൺട്രീസ് ഇൻ ദ വേൾഡ്. അപ്പോൾ അന്ന് ആ ബോംബിട്ട് നശിച്ചപ്പോൾ ജപ്പാൻ നശിച്ചു പോയതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈയിടെയായിട്ട് ജപ്പാൻ ടോപ്പ് കൺട്രീസ് ആയിട്ട് കയറി വരുന്നുണ്ട്. ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് ദ ഹിസ്റ്ററി ഓഫ് ജപ്പാൻ? ജപ്പാനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ? ലെറ്റ്സ് എക്സ്പ്ലോർ. ജപ്പാൻ ഈസ് എ archipelago in the Pacific Ocean in the East Asia. There are thousands of islands in the Japan. അപ്പോൾ ജപ്പാനിൽ എന്തുണ്ട്? ഒരുപാട് ഐലൻഡ്സ് ഉണ്ട് അല്ലേ? ഒബ്സർവ് മാപ്പ് 12.1 to find Japan's location. Identify and write down the main islands. അപ്പോൾ ഇത് നോക്കിയിട്ട് ജപ്പാനിലെ മെയിൻ ഐലൻഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. ക്യൂഷു, പിന്നെ ഷിക്കോഗു, ഹോൻഷു, ഹൊക്കൈഡോ. പസഫിക് ഓഷ്യൻ ആണ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 4 പേര് അവിടെ എഴുതി വെക്കുക കേട്ടോ. ആ 4 സ്പെല്ലിംഗ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അതാണ് ഐലൻഡ്സ് ആയിട്ട് വരുന്നത്. മെജോറിറ്റി ഓഫ് ദ ജാപ്പനീസ് പോപ്പുലേഷൻ ലീവ് ഓൺ ദീസ് 4 മെയിൻ ഐലൻഡ്സ്. അപ്പോൾ ജാപ്പനീസ് പോപ്പുലേഷനിലുള്ളവർ ഈ 4 ഐലൻഡ്സിലാണ് ജീവിക്കുന്നത്. വാസ്റ്റ് കോസ്റ്റ് ലൈൻസ്, ഹൈ ഹിൽ റേഞ്ചസ് ആൻഡ് മൗണ്ടെയിൻസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ജാപ്പൻസ് ജോഗ്രഫി. ജാപ്പനീസ് ജോഗ്രഫിയുടെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ജാപ്പനീസ് a country constantly facing earthquakes and volcanic eruptions. The rivers are generally steep and fast flowing. Rivers എല്ലാം എന്താണ്? generally steep ആണ്, നല്ല fastly
ഒഴുകുന്ന ഒന്നാണ്. ദ ലോങ്ങസ്റ്റ് റിവർ ഇൻ ജപ്പാൻ ഈസ് ദ ഷിനാനോ റിവർ. ജപ്പാനിലെ ഏറ്റവും ലോങ്ങസ്റ്റ് റിവറിൻ്റെ പേരാണ് ആ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒബ്സർവ് ദ വേൾഡ് മാപ്പ്, ഐഡൻറ്റിഫൈ ആൻഡ് നോട്ട് നൈബറിങ് കൺട്രീസ് ഓഫ് ജപ്പാൻ. ജപ്പാൻ്റെ നൈബറിങ് കൺട്രീസ് ഏതൊക്കെയാണ്? റഷ്യ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, ബാക്കി 3 ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അടുത്തത് ദ ഹിസ്റ്ററി ഓഫ് ജപ്പാൻ. ചൈന ആൻഡ് കൊറിയ, ദ നൈബറിങ് കൺട്രീസ് ഓഫ് ജപ്പാൻ ഹാഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഇൻ ദ കൾച്ചർ ഓഫ് ജപ്പാൻ ഫ്രം ancient times. The Chinese writing system, philosophy and literature reached Japan through Korea. In this manner, Buddhism also spread in Japan. അപ്പോൾ ജപ്പാനിൽ എന്ത് പടർന്നിരുന്നു? ബുദ്ധിസം പടർന്നിരുന്നു. ഇനി ജപ്പാനിലെ ലിറ്ററേച്ചറിനെ പറ്റി നമുക്ക് നോക്കാം. Kojiki, written in the 8th century CE, is a work that describes the traditional history of Japan. ജപ്പാനിലെ ട്രഡീഷണൽ ഹിസ്റ്ററി ഡിസ്ക്രൈബ് ചെയ്തിരുന്നതാണ് കൊജിക്കി. ഇറ്റ് ഈസ് റിട്ടൺ ഇൻ എ സ്റ്റൈൽ ദാറ്റ് കമ്പൈൻസ് ഹിസ്റ്ററി ആൻഡ് ലെജൻഡ്. ബൈ ദ 10th century CE, Japan began efforts to free itself from Chinese cultural influence. This helped Japan to develop its own unique culture. They developed a new script for the Japanese language by simplifying the Chinese writing style. Numerous literacy work including stories and poems were written in the Japanese language. അപ്പോൾ ലിറ്ററസി വർക്കായിട്ടുള്ള കഥകളും കവിതകളും ഒക്കെ ജപ്പാൻ ലാംഗ്വേജിൽ എഴുതാൻ തുടങ്ങി. ദ ടെയിൽ ഓഫ് ഗെഞ്ചി, റിട്ടൺ ബൈ എ കോർട്ട് ലേഡി മുറസഗി ഷിബുക്കു, ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് എമംഗ് ദം. അപ്പോൾ അതിൽ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ഷിൻറ്റോയിസം. എന്താണ് അത് നോക്കാം. ഷിൻറ്റോയിസം ഈസ് ദ ട്രഡീഷണൽ റിലീജിയസ് ബിലീഫ് ഇൻ ജപ്പാൻ. അപ്പോൾ ജപ്പാനിലെ ട്രഡീഷണൽ റിലീജിയസ് ബിലീഫ് ഏതാണെന്ന് വൺ വേർഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതാണെന്ന് പറയാൻ അറിയണം. ദ വേർഡ് ഷിൻറ്റോ മീൻസ് ദ വേ ഓഫ് ഗോഡ്. ഷിൻറ്റോയുടെ മീനിങ് എന്താ? ഗോഡ് എന്നാണ്. ഡെയ്റ്റീസ് വേർ ജനറലി കോൾഡ് ആസ് കാമി. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എമംഗ് ദം വാസ് ദ സൺ ഗോഡസ് Amaterasu. Emperors were considered to be descendants of the sun goddess. These emperors were the head of Shintoism. അപ്പോൾ ഷിൻറ്റോയിസം ആണ് എന്ത്? ട്രഡീഷണൽ റിലീജിയസ് ബിലീഫ് ഇൻ ജപ്പാൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് നമുക്ക് ജപ്പാനിലെ ഫേമസ് ആയിട്ടുള്ള ഫുഡിനെ പറ്റി നോക്കാം. ഫ്രം ആൻഷ്യൻ ഡേയ്സ് റൈസ് വാസ് ദ സ്റ്റേബിൾ ഫുഡ് ഇൻ ജപ്പാൻ. അപ്പോൾ പണ്ട് കാലത്ത് റൈസ് ആയിരുന്നു ജപ്പാനിലെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫുഡ്. ദിസ് കുക്ക്ഡ് ഫുഡ് വാസ് കോൾഡ് ഗോഹൻ. ആ ഒരു കുക്ക്ഡ് ഫുഡിനെയാണ് ഗോഹൻ എന്ന് പറയുന്നത്. മില്ലറ്റ്സ് വെർ ആൾസോ എ പാർട്ട് ഓഫ് ദെയർ ഡയറ്റ്. അവരുടെ ഡയറ്റിലെ ഒരു പാർട്ടാണ് മില്ലറ്റ്സ്. ആസ് എ സോഴ്സ് ഓഫ് ന്യൂട്രീഷൻ ഫിഷ് വാസ് എ പാർട്ട് ഓഫ് ദെയർ ഡയറ്റ്. അപ്പോൾ ഡയറ്റീഷ്യൻ്റെ ബേസിസിൽ മീൻ എന്ന് പറയുന്നത് അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്ന ഒരു ഫുഡാണ്. അതിൽ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് സുഷി. സുഷി, എ ജപ്പാനീസ് ഡിഷ് മെയ്ഡ് ഓഫ് റോ ഫിഷ്, ഈസ് നൗ പോപ്പുലർ ഓൾ ഓവർ ദ വേൾഡ്. അപ്പോൾ നമുക്കൊക്കെ സുഷി എന്താണെന്ന് അറിയാമല്ലേ, നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫുഡാണ്. ആസ് എ റിസൾട്ട് ഓഫ് ചൈനീസ് ഇൻഫ്ലുവൻസ് നൂഡിൽസ് ആൾസോ ബിക്കം എ പാർട്ട് ഓഫ് ദെയർ ഡയറ്റ്. അവരുടെ ഡയറ്റിൻ്റെ ഒരു പാർട്ട് കൂടിയാണ് നൂഡിൽസ് എന്ന് പറയുന്നത്. അടുത്തത് ക്ലോത്തിങ്. ദ കിമോനോ ഈസ് എ ട്രഡീഷണൽ ഡ്രസ് ഓഫ് ജപ്പാൻ. ജപ്പാനിലെ ട്രഡീഷണൽ ഡ്രസ്സാണ്. ഇറ്റ് വാസ് മെയിൻലി യൂസ്ഡ് ഇൻ റോയൽ കോഡ്സ്. കൂടുതലായിട്ടും റോയൽ കോഡ്സിലാണ് അത് ഉപയോഗിച്ചിരുന്നത്. കിമാനോ ഈസ് വോൺ ബൈ ബോത്ത് വുമൺ ആൻഡ് മെൻ. ഇറ്റ് വാസ് സിമിലർ ടു ലോങ് റോബ്സ് പ്രിവെയിൽഡ് എമംഗ് ദ ചൈനീസ്. അതായത് ആണും പെണ്ണും ധരിക്കുന്ന ഒരു ഡ്രസ്സാണ് അല്ലേ. അപ്പം ജപ്പാനിലെ ലിറ്ററേച്ചർ എന്താണ്? ട്രഡീഷണൽ റിലീജിയസ് ബിലീഫാണ്. ഫുഡ് എന്തായിരുന്നു? സുഷി ആയിരുന്നു. ക്ലോത്തിങ് എന്താണ്? കിമാനോ. അപ്പോൾ അത് അവിടെ ഫില്ല് ചെയ്യാൻ ഇങ്ങനെയായിരിക്കും എക്സാമിന് ഈ ഒരു ഭാഗത്ത് ചോദിക്കാൻ പോകുന്നത് കേട്ടോ. അടുത്തത് ഷൊഗൂൺ റൂളാണ്. ജപ്പാൻ വാസ് റൂൾഡ് ബൈ എംപറേഴ്സ് ഫോർ ഏജസ്. ഹൗവർ ബൈ ദ 12th century the administration of the country passed from the emperors to the land of military leaders known as shoguns. അപ്പോൾ ജപ്പാൻ ഭരിച്ചിരുന്ന ഒരു കാലമുണ്ട്. അപ്പോൾ 12th century ആയിരുന്നപ്പോൾ ഉള്ള കാര്യമാണ് അവിടെ പറയുന്നത്. The shoguns ruled in the name of the emperor who became a nominal ruler. നോമിനൽ റൂളറായിട്ട് അറിയപ്പെടുന്നത് ഷോഗൻസ് ആണ്. ഡ്യൂറിങ് ദിസ് അഡ്മിനിസ്ട്രേഷൻ ജപ്പാൻ വാസ് ഡിവൈഡഡ് ഇൻറ്റു
ഓവർ 250 ഡൊമൈൻസ്. ആ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ടൈമിൽ ജപ്പാൻ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തു? 250 ഡൊമൈൻസ് ആയിട്ട്. ദെയർ കൺട്രോൾ വാസ് പ്ലേസ്ഡ് അണ്ടർ ദ റൂൾ ഓഫ് ലോർഡ് കോൾഡ് ഡെയ്മിയോ. അവരുടെ കൺട്രോൾ എന്തിൻ്റെ റൂളിലായിരുന്നു? ഡെയ്മിയോയുടെ ബേസിസിലായിരുന്നു. ദ സമുറൈസ് വർ എ ക്ലാസ് ഓഫ് വാരിയേഴ്സ് ഹു ഹാഡ് ഇൻഫ്ലുവൻസ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ. ദ സെർവ്ഡ് ദ ഷോഗൻസ് ആൻഡ് ദ ഡെയ്മിയോ. ദ ഷോഗൻ റൂൾ കെയിം ടു ആൻ എൻഡ് ഇൻ ജപ്പാൻസ് വിത്ത് മേജി റെസ്റ്റോറേഷൻ ഇൻ ദ 19th century. അപ്പോൾ എന്താണ് ഡെയ്മിയോ എന്ന് നോക്കാം. ഡെയ്മിയോ വേർ ഫ്യൂഡൽ ലോഡ്സ് ഇൻ ജപ്പാൻ. ജപ്പാനിലെ ഫ്യൂഡൽ ലോഡ്സ് ആണ് ഡെയ്മിയോ. അവർ കൺട്രോൾ ചെയ്യും. ദേ കൺട്രോൾ ദ പ്രൊവിൻസസ് ഓഫ് ജപ്പാൻ ഫ്രം ദ 12th century ടു 9th century. അപ്പോൾ അവരുടെ കീഴിലായിരുന്നു 12th century തൊട്ടിട്ട് 19th century. അടുത്തത് മേജി റെസ്റ്റോറേഷൻ ആണ്. അത് മുതൽ നമുക്ക് അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.